മഹാനായ പ്രവാചക പ്രവരനോടൊപ്പം നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹപൂരിതമായ സ്വർഗത്തിന്റെ സോപാനങ്ങളും വിരാജിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ മഹാനായ പ്രവാചകന്റെ തുല്യമായ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനും അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയുടെ മുന്നിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നൊരൊറ്റ സലാം പറഞ്ഞ് പൊട്ടി പ്രവാചക പ്രേമം കൊണ്ട് കരയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രത്യേകം ഒരു കാര്യം, 1992 ആഗസ്റ്റ് 6-ാം തീയതി എന്റെ കാല് പോയില്ലായിരുന്നെങ്കിൽ തൊട്ടടുത്ത ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതായിരുന്നില്ല. അവനിക്ക് കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ ഒറ്റക്കാലിലെങ്കിലും എന്റെ ഹബീബിന്റെ സിയാറത്ത് ചെയ്യാൻ എന്നെ ഞാൻ ആത്മാക്കി എന്റെ അഭിവന്ദ്യനായ അമരക്കാരൻ മുഹമ്മദ് മുസ്തഫ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ ഇവിടുത്തെ ഗവൺമെന്റ് വിടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോകാൻ വേണ്ടി എന്റെ നിരോധിക്കപ്പെട്ട പാസ്പോർട്ട് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗവൺമെന്റ് തന്നില്ല. ഈ പ്രാവശ്യവും ഉത്തരവാദിത്തപ്പെട്ടവരോട് പലരും വഴി പാസ്പോർട്ട് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് ക്രിമിനൽ കേസുകളുള്ള ആളാണ്, അതുകൊണ്ട് പാസ്പോർട്ട് തരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ അതിനിവിടുത്തെ അധികാരി വർഗത്തിന്റെ മനസ്സ് മാറാൻ, അവരുടെ മനസ്സ് മാറിയില്ലെങ്കിൽ അവരുടെ അധികാരം മാറാൻ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അതാണ് എന്റെ സഹോദരന്മാരോട് പറയാൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ഹബീബിന്റെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള എന്റെ മോഹം പൂവലിയാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദ്വാരക്കണം. മരണപ്പെടുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖിന്റെ റൗള ശരീഫിന്റെ മുന്നിൽ പോയി അവിടുത്തെ ആ റൗള ശരീഫ് വിദൂരതയിലെങ്കിലും നിന്നുകൊണ്ട് നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ ജീവന്റെ തുടിപ്പായ പ്രവാചകൻ, നമ്മുടെ കഞ്ചില ചോരയായ പ്രവാചകൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമെങ്കിൽ നാളെ ആ പ്രവാചക പ്രഭുവിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പ്രസംഗിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രവാചകന്റെ മഹത്വം പറഞ്ഞ് പ്രവാചകനെ പുകഴ്ത്താനല്ല, എന്റെ ഈ സദസ്സിന്റെ ബർക്കത്തുണ്ടാക്കാൻ, ഈ സദസ്സിന്റെ മഹത്വം ഉണ്ടാക്കാൻ, എന്റെ നാവിന് പരിശുദ്ധിയുണ്ടാകാൻ, എന്റെ വാക്കുകൾ ഇബാദത്താകാൻ, അതിനുവേണ്ടി എനിക്കെന്റെ ഹബീബിനെ കുറിച്ച് ഒരുപാട് പറയണം. ഇൻഷാ അല്ലാഹ് നാളെ അത് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞ് നാളത്തെ പ്രസംഗം അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 3 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ 2 ദിവസം തുടർച്ചയായി പ്രസംഗിക്കുന്നത്, ഞാൻ വാങ്ങി പറയുന്നത്. ഇതൊക്കെ 3 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കാളികാവിന്റെ മണ്ണിലാണ് ഞാൻ ആദ്യമായി വാങ്ങി പറയാൻ സാധിക്കുന്നത്. 2 ദിവസം തുടർച്ചയായി പ്രസംഗിക്കുന്നത്. അങ്ങനെ 2 ദിവസം ഡേറ്റ് കൊടുത്തതിന്റെ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ടെന്ന് ഞാൻ പുറകിൽ ഇൻഷാ അല്ലാഹ് പറയാം. അങ്ങനെ 2 ദിവസം ഞാൻ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിന് കാരണം ഞാൻ ഇപ്പോഴും തന്നെ പറയാം, പുറകിലാക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു. വാങ്ങി പറയാനുള്ള മോഹം കൊണ്ടോ അതിന് കഴിയുന്നുവെന്നുള്ള ശാരീരികാവസ്ഥ കൊണ്ടോ അല്ല ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെയോ നേരത്തെ ഞാൻ പറഞ്ഞ 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. 1992 ഡിസംബർ 11-ാം തീയതി ISS നിരോധിച്ചു. 1992 ഡിസംബർ 13-ാം തീയതി കരുനാഗപ്പള്ളി DYSP ജനാർദ്ദനൻ നായരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പോലീസ് സംഘം 400ഓളം വരുന്ന പോലീസുകാർ അൻവാറുൽ ഇസ്ലാം യതീംഖാനയിലേക്ക് ഇറച്ചു കയറുകയുണ്ടായി. നിങ്ങൾക്കറിയോ അൻവാറുൽ ഇസ്ലാം യതീംഖാനയെ കുറിച്ച് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഒരു അനാഥശാല, ഒരു യതീംഖാന കേരളത്തിൽ അൻവാറുൽ ഇസ്ലാമിന്റെ സ്റ്റാൻഡേർഡിൽ നടന്നു കാണില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അൻവാറുൽ ഇസ്ലാമിന് 3 പ്രാവശ്യം അവിടുത്തെ വിദ്യാർത്ഥികൾ SSLC എഴുതാൻ പ്രായമായ വിദ്യാർത്ഥികൾ, അതിൽ SSLCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ SSLC എഴുതിയപ്പോൾ ആ യതീംഖാനയിൽ SSLC എഴുതിയ വിദ്യാർത്ഥികളെല്ലാം ഫസ്റ്റ് ക്ലാസ്സോടും ഡിസ്റ്റിങ്ഷനോടും കൂടി പാസ്സായി. അൻവാറിലെ 5 വയസ്സുള്ള ഒരു കുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞാൽ 1-ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് അവനോട് പരേഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇന്ത്യയുടെ പട്ടാളവും പോലീസും പരേഡ് നടത്തുന്നത് പോലെ അൻവാറിലെ ഒരു പിടിച്ചുകുട്ടി പരേഡ് നടത്തുമായിരുന്നു. അവനോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ അവൻ ധീരമായി പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 1.5 വർഷക്കാലം ആ കുട്ടികളോടൊപ്പം താമസിച്ച് അവരോടൊപ്പം ഒരു ചെറ്റക്കൂടിൽ, ഒരു ചെറിയ ഓലക്കൂട്ടിൽ ഞാൻ അവരോടൊപ്പം താമസിച്ച് ഞാൻ എല്ലാ സ്ഥലത്തും പ്രസംഗിക്കാൻ നടക്കുമ്പോഴും ലോകം മൊത്തം അറിയപ്പെട്ട ഒരു ഇസ്ലാമിക വിപ്ലവ പ്രസ്ഥാനമായ ISSന്റെ ചെയർമാനായി ഞാൻ നടക്കുമ്പോഴും ഞാൻ താമസിച്ചിരുന്ന ആ യതീംഖാനയിലെ എന്റെ പിഞ്ചു മക്കളോടൊപ്പമായിരുന്നു. ആ യതീംഖാനയിലെ പിഞ്ചോദന കുഞ്ഞുങ്ങളുടെ ദുആ കൊണ്ടാണ് എനിക്കിപ്പോഴും ഉറപ്പുണ്ട്, ആ യതീംഖാനയിലെ കുഞ്ഞുങ്ങളോടൊപ്പം നാരിയ സ്വലാത്ത് ചൊല്ലി എല്ലാ വെള്ളിയാഴ്ച രാവും 4000
1444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ദുആ നടക്കാറുണ്ട്. ആ ദുആ നടന്നിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് എനിക്ക് ഉറപ്പുണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് മഹദിനിക്ക് അല്ലാഹു ദീർഘായുസ്സ് എന്ന് വിളിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കൊല്ലം കൂടി അല്ലെങ്കിൽ 1.5 കൊല്ലം കൂടി മഹദിനിക്ക് ജീവിക്കാൻ അല്ലാഹു അവകാശം തന്നത്, അവസരം തന്നത് ആ കുഞ്ഞുങ്ങളുടെ ദുആ കൊണ്ടാണ്. എന്റെ ആ പ്രിയപ്പെട്ട യതീം മക്കളുടെ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴാണ് യതീംഖാനയിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി യതീംഖാനയിലേക്ക് നടന്നു വരുമ്പോഴാണ് ഉയർന്ന സ്ഥലത്ത് നിന്ന് എന്റെ മുന്നിൽ എന്റെ തലയിലൂടെ തൊട്ടില്ല എന്ന നിലയിൽ ഒരു ബോംബ് വന്ന് എന്റെ മുന്നിൽ വന്ന് പൊട്ടിയത്. നിങ്ങൾക്ക് എന്റെ തലയിലൂടെ എന്തോ പാഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ മുമ്പിൽ വന്ന് അത്യുച്ചത്തിൽ പൊട്ടിത്തെറിക്കുന്ന ശബ്ദമാണ് കേട്ടത്. ഞാൻ കണ്ണു തള്ളി മിഴിച്ചു നിൽക്കുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം ആ ബോംബിന്റെ ശബ്ദത്തിന്റെ ആ ശക്തിയിൽ, അവിടെ നിന്ന് കേട്ട ആ പൊട്ടിത്തെറിയുടെ ശക്തിയിൽ, അവിടെ നിറഞ്ഞ പുകയുടെ ശക്തിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറുമ്പോൾ ഞാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ രണ്ടാമത്തെ ബോംബ് വീണ്ടും എന്റെ മുതുകിന് നേരെ വന്നു. എന്റെ മുതുകിന് നേരെ വന്ന ബോംബ് എന്നോടൊപ്പം ഓടിയവരുടെ കൂട്ടത്തിൽ ഒരാൾ ഓടാതെ നിന്ന് അംഗരക്ഷകനായ ആള് അയാളുടെ കയ്യിൽ തട്ടിയ ആ ബോംബ് പൊട്ടുകയുണ്ടായി. അതെന്റെ മുതുകിൽ വീണിരുന്നെങ്കിൽ ആദ്യത്തെ ബോംബ് ഒരു ഇഞ്ചു കൂടി താഴേക്ക് കൊണ്ട് മഴതനിയുടെ തലയിൽ തട്ടിയിരുന്നെങ്കിൽ ഇന്ന് മഴതനി കാളികാവിന്റെ വഞ്ചിട്ടുണ്ടാവുകയില്ലായിരുന്നു. രണ്ടാമത്തെ ബോംബ് മുതുകിന് നേരെ വന്നപ്പോൾ ഒരു ഇഞ്ചു കൂടി ഇപ്പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് മഴതനി ഭൂമിക്ക് മുകളിൽ ഉണ്ടാവുകയില്ലായിരുന്നു. അതും പോയി. മൂന്നാമത്തെ ബോംബാണ് എനിക്ക് നേരെ വന്നത്. എന്റെ വലത് കാലിപ്പോൾ എന്റെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് 5 മാസം എടുക്കും ഈ മുറിവുണങ്ങാൻ. കാരണം നിങ്ങളുടെ കാല് വളരെ കൂടുതൽ ഷുഗർ ഉള്ളത് കൊണ്ട് വളരെ കൂടുതൽ പൈക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ പറഞ്ഞിട്ട് ആഗസ്റ്റ് 6-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് ഒക്ടോബർ 2-ാം തീയതി മുറിവ് പൂർണ്ണമായി ഉണങ്ങി എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ആകാൻ കഴിയുകയുണ്ടായി. എന്റെ ആ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ അനാഥ മക്കളുണ്ടല്ലോ, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്ത മക്കൾ, ആ കഴിവുള്ള അൻവാർ ഇസ്ലാമിൽ അനാഥ കുഞ്ഞുങ്ങൾ, അവരൊരു തെറ്റും ചെയ്തില്ല സഹോദരന്മാരെ, അവരൊരു കുഴപ്പവും ഉണ്ടാക്കിയില്ല. അവിടത്തേക്ക് കടന്നു വന്ന പോലീസ് സംഘം, നിങ്ങൾ ഓർക്കണം എന്തിനാ യതീം മക്കളെ അവർ ആക്രമിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാല് ബോംബറിന് നഷ്ടപ്പെട്ടതിൽ എനിക്ക് വേദനയില്ല, എന്റെ പിതാവിന് സസ്പെൻഡ് ചെയ്തതിൽ എനിക്ക് വേദനയില്ല, എന്റെ മാതാവിനെയും പെങ്ങളെയും മുടിക്ക് കുത്തിപ്പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വീടടച്ചു കൂട്ടി സീൽ ചെയ്തതിൽ എനിക്ക് വേദനയില്ല. എനിക്കതിലൊന്നും പ്രയാസമില്ല. ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടതിൽ എനിക്ക് വേദനയില്ല. കോടതികളിൽ ചുറ്റുനടന്നതിൽ എനിക്ക് വേദനയില്ല. ഇന്ന് എനിക്ക് വേദനയുള്ളത് അൻവാറുൽ ഇസ്ലാം യതീംഖാനയിൽ കടന്നു വന്ന പോലീസ് ആ യതീം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആലപ്പുഴക്കാരനായ അധ്യാപകൻ, ഭാര്യയുള്ള അധ്യാപകനെ ഖുർആൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് കടന്നു വരുന്നത്. രാവിലെ ആ അധ്യാപകന്റെ ദാടിക്ക് പിടിച്ചും തല ഭിത്തിയിലിടിച്ചിട്ട് അയാളെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്നു. അതുകൊണ്ട് അലറി നിലവിളിച്ച ഒന്നും തിരിയാത്ത ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വയറ്റത്ത് പള്ളയ്ക്ക് ലാത്തികൊണ്ട് വിഷവിത്തുകളെ എന്ന് പറഞ്ഞ് കുട്ടി. നിങ്ങൾക്കറിയുമോ, അന്ന് ലാത്തി കൊണ്ടുള്ള കുത്തും ബൂട്ട്സ് കൊണ്ട് ചവിട്ടും കൊണ്ട് അൻവാറുൽ ഇസ്ലാം യതീംഖാനയിൽ അനാഥ കുഞ്ഞുങ്ങൾ പലരും ഇന്നും ഛർദ്ദിക്കുകയും രക്തം തുപ്പുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്കറിയുമോ, ആ യതീംഖാന അന്ന് അടച്ചുകൂട്ടി സീൽ ചെയ്തു. ആ കുഞ്ഞുങ്ങൾ പഠിച്ചിരുന്ന പുസ്തകങ്ങളും അവർ തലച്ചു വെച്ചിരുന്ന തലയിണയും അവർ ധരിക്കൂട്ടിയിട്ട് അവരുപയോഗിച്ചിരുന്ന പായയും അവർ ഇട്ടിരുന്ന ഷർട്ടും മുണ്ടും എല്ലാം അവിടെ വലിച്ചു പുറത്തിറങ്ങിട്ട് യതീംഖാന അടച്ചുകൂട്ടി സീൽ ചെയ്തു. എന്നിട്ട് അവിടെ പോലീസിനെ കാവല് നിർത്തി. അവിടെ ആ യതീം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന കിണ്ടൽ കണക്കിന് അരി അവിടെ നിന്ന് നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഇവിടെ നിന്ന് മോഷ്ടിച്ചു മാറ്റി. ഇതെല്ലാം സംഭവങ്ങളാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു മന്ത്രിയെയും കാണാൻ പോയിട്ടില്ല, ഒരു കാര്യത്തിന് ഒരുത്തന്റെയും കാല് പിടിക്കാൻ പോയിട്ടില്ല. അല്ലാഹു എനിക്കതിന് അവസരം തന്നിട്ടില്ല, ഇനിയും തരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി കരുണാകരനെ കാണാൻ പോയി. ഞാൻ ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം കരുണാകരന്റെ ഭാര്യ കല്യാണക്കുട്ടി ചത്തപ്പോൾ, കല്യാണക്കുട്ടി ചത്തതിന്റെ ദുഃഖത്തിൽ കരുണാകരൻ തൃശ്ശൂരായിരിക്കുമ്പോൾ ഞാൻ പ്രസത്തിൽ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഞാൻ കരുണാകരനെ കാണാൻ പോയി. കേരളത്തിലെ ഒരു അഡീഷണൽ DGP-യും 2 DIG-മാരും തൃശ്ശൂർ SP-യും എല്ലാവരും ഇരിക്കുന്ന സമയത്ത് കരുണാകരന്റെ അടുക്കൽ ഞാൻ ചെന്നു. എന്തിനാ കരുണാകരന്റെ അടുത്ത് പോയെന്നറിയോ? കരുണാകരനോട് ചോദിക്കുക. കരുണാകരൻ സത്യം പറയുന്നതിൽ ആളല്ല, എന്നാലും അറിയാമെങ്കിലും സത്യം പറഞ്ഞു പോകുമെങ്കിൽ പറയട്ടെ. അയാൾ പറയും, ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ വാപ്പാടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞില്ല, എന്റെ മേലുള്ള 35 കേസ് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞില്ല, എന്റെ വീട് തുറന്നു തരണമെന്ന് പറഞ്ഞില്ല, ഞാനതൊന്നും ചോദിച്ചില്ല. ആകെ ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അൻവാറുൽ ഇസ്ലാം യതീംഖാന തുറന്നു വരണമെന്നാണ്.
അയാൾ എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, മന്ത്രി എനിക്കറിയാം അനാഥശാലയാണ്. അയാൾക്ക് എങ്ങനെ അറിയാതിരിക്കും? അയാളുടെ മിനിസ്റ്ററിലെ മന്ത്രി മുസ്തഫ 5.5 മണിക്കൂർ യത്തീംഖാനയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ലാരിയത്ത് സ്വലാത്ത് ഹൽക്കയുടെ വാർഷികത്തിന് 5.5 മണിക്കൂർ അവിടെ വന്ന് പങ്കെടുത്ത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചിട്ട് പോയ ആളാണ്. അയാളുടെ മിനിസ്ട്രിയിലുള്ള മുസ്ലിം ലീഗിന്റെ MLA യൂനിസ് കുഞ്ഞ് ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചാലും ആ യത്തീംഖാനയ്ക്ക് 1 ലക്ഷം രൂപ സംഭാവന വരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് തരാതിരുന്ന ആളാണ്. അയാളുടെ മിനിസ്ട്രിയിലെ PKK ബാബ മന്ത്രിയായിരിക്കുമ്പോൾ ആ യത്തീംഖാനയിൽ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യിപ്പിച്ച ആളാണ്. പക്ഷെ ഇവരൊന്നും പറഞ്ഞില്ല, അത് യത്തീംഖാനയാണ് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞില്ല. ആ അനാഥ കുഞ്ഞുങ്ങൾ 1 ഏക്കർ 77.25 സെന്റ് സ്ഥലവും അവിടെയുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളും അവസാനം പല സഹോദരന്മാരും തന്ന സംഭാവന കൊണ്ട് 7 ലക്ഷത്തോളം രൂപ മുടക്കി അവിടെ വെച്ചുകൊണ്ടിരുന്ന കെട്ടിടവും അടച്ചു പൂട്ടി സീൽ ചെയ്ത് എല്ലാം പൂട്ടിയിട്ട് പോലീസുകാരെ കാവൽ നിർത്തിയപ്പോൾ ആ അനാഥ കുഞ്ഞുങ്ങൾ കുറെ കാലം എവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. കാരണം അതിന്റെ കമ്മിറ്റിക്കാർക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യ. ഏതവരവങ്ങിയാലും പൊക്കിക്കൊണ്ടു പോകുക. എനിക്കാ പുറത്തിറങ്ങാൻ വയ്യ, ആർക്കും പുറത്തിറങ്ങാൻ വയ്യ. ആ സാഹചര്യം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ ആ യത്തീംഖാനയിലെ കുഞ്ഞുങ്ങൾ അടുത്ത മുസ്ലിം വീടുകളിലെല്ലാം അവരെ വിളിച്ചു നിർത്തുകയുണ്ടായി. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്നിട്ട് അവസാനം ഞാൻ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ തന്നെ അവിടെ വന്നിട്ട് ആ യത്തീംഖാന വീണ്ടും പുനഃസംവിധാനം ചെയ്യുകയുണ്ടായി. അങ്ങനെ യത്തീംഖാന പുനഃസംവിധാനം ചെയ്ത് ഒരു വാടക കെട്ടിടത്തിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ താമസിപ്പിച്ചു. 120ഓളം വരുന്ന യത്തീം മക്കളും SSLC പാസ്സായ നിർധനരായ കുട്ടികൾ അവിടെ നിന്ന് EDCക്കും BIക്കും ഒക്കെ പ്രൈവറ്റായിട്ട് പഠിക്കാനും ഒപ്പം എൽമു പഠിക്കാനുമുള്ള സൗകര്യം ഇന്നവിടെ തഫ്സീറും മിഷ്കാത്തും മൈലാവിയും മൈബദിയും ഒക്കെ ഓടുന്ന കുട്ടികളുണ്ട്. അതിനോടൊപ്പം MAക്കും BIക്കും പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ BIക്കും MAക്കും പഠിക്കുകയും ഇസ്ലാമിലെ ഉന്നത ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ചെയ്ത് ഇന്ന് ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക്, സൽമാൻ മുസ്ലിമാരുടെ ഇടയിലേക്ക്, CV ചെറിയാന്മാരുടെ ഇടയിലേക്ക്, തസ്ലീമാ നസ്രിന്മാരുടെ ഇടയിലേക്ക്, അബ്വാനിമാരുടെ ഇടയിലേക്ക്, സിംഗാർമാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരേണ്ട സഹോദരന്മാര്, ദീൻ പ്രചരിപ്പിക്കേണ്ട മക്കൾ ഒരിക്കലും ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് അകന്നു നിന്നവരായിക്കൂടാ. അതുകൊണ്ട് അവര് ഭൗതിക വിദ്യാഭ്യാസം കൂടി നേരിടണം എന്നുള്ളതുകൊണ്ട് അവര് തഫ്സീറും മിഷ്കാത്തും ബൈലാവിയും എല്ലാം ഓടുന്നതിനോടൊപ്പം അവർ BIക്കും MAക്കും പഠിക്കാൻ പിഞ്ചു കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അങ്ങനെ പഠിക്കുന്ന 30 കുട്ടികളും അവിടെയുണ്ട്. അവർക്ക് താമസിക്കാൻ സൗകര്യമില്ലാതെ ആ യത്തീംഖാനയുടെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടം 300 രൂപ വാടകയ്ക്കെടുത്തിട്ട് ആ കെട്ടിടത്തിലാണ് ആ കുഞ്ഞുങ്ങൾ കഴിയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ യത്തീം കുഞ്ഞുങ്ങൾ അവിടെ കഴിയുമ്പോൾ അവരവിടെ നിന്നുകൊണ്ട് തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവർ താമസിച്ചിരുന്ന യത്തീംഖാന കെട്ടിടം സീൽ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല അവിടെ കഴിയുന്ന യത്തീം കുഞ്ഞുങ്ങൾ അവിടെ തേങ്ങ 5 രൂപയും 6 രൂപയും കൊടുത്ത് തേങ്ങ വിലയ്ക്ക് വാങ്ങിയിട്ട് അവർക്ക് സാപ്പാട് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട്, സാമ്പത്തിക പരാധീനത കൊണ്ട് ചിലപ്പോഴൊക്കെ തേങ്ങാക്കരി കൊടുക്കാതെ മുളക് പൊടി ചമ്മന്തി ആ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ അപ്പുറത്ത് 1.25 ഏക്കർ വസ്തുവിന് കൊല കുത്തി കിടക്കുന്ന തേങ്ങയും കഴിക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുത്തിയിട്ടിട്ട് വലിയ കമ്പ് കൊണ്ട് കുത്തിയിട്ടിട്ട് ആ യത്തീം കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചത് വെട്ടിപ്പൊട്ടി സമർപ്പിക്കുന്നു. അവർക്കിവിടെ ദിവസം 5 കിലോയും 10 കിലോ അരി വീതം കടയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് ഓരോ ദിവസവും 5 കിലോയും 10 കിലോയും അരി വീതം റീറ്റെയിലായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് പാചകം ചെയ്തു കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് യത്തീംഖാനയ്ക്ക് കിട്ടിയ സംഭാവനയായ കിൻഡൽ കണക്കിന് അരി അവിടുത്തെ സ്റ്റോർ റൂമിൽ കിടക്കുന്നത് പോലീസുകാര് അത് തരച്ച് പുറത്തു കൊണ്ടുവന്ന് അത് ആ ചാക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അവരവിടെ ഭക്ഷണം വെച്ച് കഴിക്കുന്നു. ആരും ചോദിക്കാനില്ല, ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. കളക്ടർക്ക് പരാതി കൊടുത്തു, SP-ക്ക് പരാതി കൊടുത്തു, DGP-ക്ക് പരാതി കൊടുത്തു, മുഖ്യന് പരാതി കൊടുത്തു, സർവനും പരാതി കൊടുത്തു. പക്ഷേ ഒരുത്തരും തിരിഞ്ഞു നോക്കുന്നില്ല. ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് ആ യത്തീംഖാനയുടെ കാര്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് പൂട്ടിയിട്ടിരിക്കട്ടെ, അവന് സൗകര്യമില്ലെങ്കിൽ അവരൊന്നും തുറന്നു തരണ്ട. പക്ഷേ അതിന്റെ അപ്പുറത്ത് ആ വാടക കെട്ടിടത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ പാർപ്പിക്കാനും ആ കുഞ്ഞുങ്ങളെ ഒന്നുകൂടി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുവെന്ന് അവിടെ 2 ഏക്കർ വസ്തു 2 സ്ഥലത്തായിട്ട് വാങ്ങാനും ഇപ്പോൾ ആ വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന ആ വാടക കെട്ടിടം വിലയ്ക്ക് വാങ്ങാനും തീരുമാനിച്ചിരിക്കുക. അതിനുവേണ്ടി 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് രണ്ടും വാങ്ങി ആ കുഞ്ഞുങ്ങളെ വിശാലമായ നിലയിൽ തൽക്കാലം അവർക്ക് സ്വതന്ത്രമായി താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റും. ആ യത്തീം കുഞ്ഞുങ്ങളെ സഹായിക്കാം. ഞാൻ ആലോചിച്ചു, ഗൾഫിൽ പോകാൻ പറ്റില്ല. ഗൾഫിൽ പോയാൽ എനിക്കറിയാം, ഞാൻ ഗൾഫിൽ പോയാൽ അദ്വാനിയൊന്നും പോകുമ്പോഴായിരിക്കും. എനിക്കറിയാം, ഞാൻ വലിയ ചാക്ക് കൊണ്ടുപോകേണ്ടി വരും, കാശ് വാങ്ങിക്കൊണ്ടുവരാൻ. ഇത് ഉറപ്പുണ്ട്. അതിന് ഷെയ്ഖ് സാഹിബ് തരണ്ട, സുൽത്താൻ കാബൂസ് തരണ്ട, ഇവരാരും തരണ്ട. അവിടുത്തെ മലയാളി മുസ്ലിങ്ങൾ
അവിടെ കഷ്ടപ്പെടുന്ന മലയാളി മുസ്ലിങ്ങൾ ദിവസം 30 ദിർഹമിനും 40 ദിർഹമിനും 50 ദിർഹമിനും പണിയെടുക്കുന്ന മലയാളി മുസ്ലിങ്ങൾ. എന്നാൽ കാശ്മീരിൽ എനിക്ക് ഉറപ്പുണ്ട്, അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എന്റെ പാസ്പോർട്ട് വരാനാരം പിടിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വരാത്തത്. പിന്നെ അൻവാറുൽ ഇസ്ലാം യതീംഖാനയിലെ പിഞ്ചോമന കുഞ്ഞുങ്ങൾക്ക് ഗൾഫിൽ പോയി കാശ് വാങ്ങാൻ സാഹചര്യമില്ലാത്തപ്പോൾ മലയാളി മുസ്ലിങ്ങളിൽ നിന്ന് ഗൾഫിലുള്ള സഹോദരന്മാരിൽ നിന്ന് പോലും സഹായം തേടാൻ അവസരം. അതൊക്കറിയോ? യതീംഖാനയുടെ വലിയൊരു പരസ്യം, ഈ പുതിയ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം ഒരു അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഒരു പരസ്യം കൊടുക്കും. ഗൾഫിലുള്ള സഹോദരന്മാരൊക്കെ ഈ അക്കൗണ്ട് നമ്പറിൽ ഡ്രാഫ്റ്റായിട്ടോ മറ്റോ പൈസ എത്തിച്ചേർന്നു. 2 ഡ്രാഫ്റ്റും പിന്നെല്ലാം മുന്നു. ഞാൻ കരുതി ഇങ്ങനല്ലോ, അൻവാറിന്റെ പേരിൽ പരസ്യം ചെയ്താൽ പൈസ വേണ്ടതാണല്ലോ. ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഗൾഫ് നാട്ടിൽ നിന്ന് ഫോണും കത്തുകൾ, ഞാൻ 1500 രൂപ ഡ്രാഫ്റ്റ് അയച്ചിരുന്നു, 3000 രൂപയുടെ ഡ്രാഫ്റ്റ് അയച്ചിരുന്നു, 5000 രൂപയുടെ ഡ്രാഫ്റ്റ് അയച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ കത്തുകൾ. പക്ഷേ ഒറ്റ ഡ്രാഫ്റ്റും ആ ബാങ്കിലെത്തിയിട്ടില്ല. ഇത് ISS നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരുന്ന പണിയാണ്. യതീംഖാനയ്ക്ക് വരുന്ന എന്തെങ്കിലും സഹായങ്ങൾ, ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി അയച്ചു വരുന്ന പൈസ, ഇതെല്ലാം നേരത്തെ വലിക്കും. ആര് ചോദിക്കാൻ, ആരോട് പറയാൻ? ഇതെല്ലാം വലിക്കും. ഇത് ഒരു കെട്ട് ഡ്രാഫ്റ്റ് കൊല്ലത്തെ ഒരു DYSPയുടെ ഓഫീസിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് വളരെ വ്യക്തമായി നമുക്കറിയാം. അതുപോലെ ഇപ്പോഴും പരസ്യം ചെയ്തതിന് ശേഷം യതീംഖാനയ്ക്ക് വേണ്ടി പൈസ വരും, ജനങ്ങൾ അയക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 2 ഡ്രാഫ്റ്റ്, 3ാമതൊരു ഡ്രാഫ്റ്റ് അവിടെ വന്നിട്ടില്ല. കാരണം അയച്ചിട്ടുണ്ട്, അവിടെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ എല്ലാ ദുരവസ്ഥയുള്ളപ്പോൾ എന്താ ഒരു വഴി ഞാൻ ചിന്തിച്ചു. ഞാനാണെങ്കിലോ ഫുൾ ടൈം TVP പ്രവർത്തനവും, ഇതിന്റെ ഇടയ്ക്ക് പ്രസംഗം വെച്ച് കാശ് പിടിക്കാനും ഒക്കെ നിൽക്കാനുള്ള സമയവും സാഹചര്യവുമില്ല. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഗൗരവമായി ആലോചിച്ചപ്പോഴാണ് വിശുദ്ധ റമളാനിൽ 3 സ്ഥലത്ത് 2 ദിവസം വീതം പ്രസംഗം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഒന്ന് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് എടക്കഴിയൂർ. അവിടെ ഈ കഴിഞ്ഞ 2 ദിവസം ഇന്നലെയും മെനിഞ്ഞാന്നും പ്രസംഗം നടക്കേണ്ടതാണ്. പക്ഷേ അവിടെ മെനിഞ്ഞാന്ന് എല്ലാ പ്രസംഗത്തിന്റെ സൗകര്യങ്ങളും രേഖപ്പെടുത്തി 10,000-കണക്കിന് ആളുകൾ പ്രസംഗത്തിന് വരാൻ തയ്യാറായിരിക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരന് 4-5 കമ്മ്യൂണിസ്റ്റുകാർ കൂടി എത്തിക്കൊള്ളു. എന്ത് ചെയ്യാൻ? അതൊന്നു കോൺഗ്രസുകാരനെ മരിച്ചു. അതോടുകൂടി നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. പരിപാടി ക്യാൻസലായി. ആ 2 ദിവസം പരിപാടി ക്യാൻസലായി. ഈ 2 ദിവസം ഇവിടെ പരിപാടി, 2 ദിവസം കേച്ചേരി പരിപാടി. ഈ 2 ദിവസത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് വേണ്ടി വന്നാൽ കേച്ചേരിയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിക്കും. കാരണം യതീംഖാനയ്ക്ക് ആശീർവിക്കാനാണെന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ബോധ്യപ്പെടുന്നത് കൊണ്ട് നിരോധനാജ്ഞ പുറപ്പെടുവിക്കും. എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ എത്തിയിരിക്കുന്ന സഹോദരന്മാർ, ആ അൻവാറുൽ ഇസ്ലാം യതീംഖാനയിലെ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ ആ വസ്തു മൊത്തം വാങ്ങിത്തരാൻ നിങ്ങളെല്ലാവരും കൂടെ ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് നിങ്ങളെ കൊണ്ട് കഴിയും എന്ന പൂർണ്ണമായ പ്രതീക്ഷയും എനിക്കില്ല. പക്ഷേ ആ അൻവാറുൽ ഇസ്ലാം യതീംഖാനയിലെ പിഞ്ചോമന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പകരം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, എല്ലാ വെള്ളിയാഴ്ച രാവുമായ യതീം മക്കൾ അല്ലാഹുവിനോട് നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ആ പിഞ്ചു മക്കൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. ആ ദുആ വെറുതെയാകില്ല മക്കളെ, എന്റെ ഉമ്മമാരെ, അത് വെറുതെയാകില്ല. എന്റെ സഹോദരന്മാരെ, അത് വെറുതെയാകില്ല. എന്റെ പിതാക്കന്മാരെ, അത് വെറുതെയാകില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അഡ്രസ് തരാം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് കൊല്ലക്കടമെന്ന് പറഞ്ഞൊരു സ്ഥലവും ഞാൻ അഡ്രസ് തരാം. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. അവിടെ ആ അൻവാറുൽ ഇസ്ലാം യതീംഖാനയിൽ ഒരു ദിവസം വൈകുന്നേരം 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും കൊണ്ട് അതിന്റെ മാതാപിതാക്കളെത്തി. ആ പെൺകുട്ടിയുടെ വയറ്റിന് ട്യൂമർ വളർന്നിരിക്കുന്നു. ഒരു ചേരയുടെ വലിപ്പത്തോളമുള്ള മാംസപിണ്ഡം ആ കുട്ടിയുടെ വയറ്റിൽ വളർന്നിരിക്കുന്നു. മദ്രാസ് അപ്പോളോ ഹോസ്പിറ്റലിൽ ഈ വയറ്റിലുള്ള ട്യൂമറിന്റെ പേരിൽ 2 വർഷം ഓപ്പറേഷൻ നടന്നതാണ്. ആ കുടുംബം ദുബൈയിലാണ്. ദുബൈയിലെ ഏതോ ഒരു വേദിയിൽ ഞാൻ എവിടെയോ പ്രസംഗിച്ചതിന്റെ കാസറ്റ് ദുബൈയിൽ കിട്ടിയിട്ട് ആ കാസറ്റ് കേട്ടിട്ട് അവർ വന്നിരിക്കുന്നതാണ്. അതിന് മുമ്പ് തന്നെ അവർ നാട്ടിലെത്തിയിരുന്നു. അവർ മദ്രാസ് അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി 2 വട്ടം ഓപ്പറേഷൻ നടത്തി. വയറ് കീറി ആ കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന്, പെൺകുട്ടിയുടെ വയറ്റിൽ നിന്ന് ചേലയുടെ വലിപ്പമുള്ള ട്യൂമർ മാംസപിണ്ഡം വളർന്നു വന്നത് എടുത്തു കളഞ്ഞതാണ്. 3ാമതും ആ കുട്ടിയെ
വയറുവേദന കൊണ്ടുവന്ന് മദ്രാസ് അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവിടുത്തെ വിദഗ്ധരായ ഡോക്ടർമാര് എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്ത് വിധി എഴുതി ആ കുട്ടിയുടെ വയസ്സിന് വീണ്ടും വലിയ മാംസപിണ്ഡം വളർന്നിരിക്കുന്നു, മൂന്നാമതും ഓപ്പറേഷൻ നടത്തണമെന്ന് പറയുകയുണ്ടായി. മൂന്നാമത് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ 2 വട്ടം വയറ് കീറപ്പെട്ട പിഞ്ചു സഹോദരിയെയും കൊണ്ട് അതിന്റെ പിതാവും മാതാവും അൻവാറും ഇസ്ലാമത്തെയും ഖാനയിൽ വന്നു. അവിടെ ഒരു ദിവസം നാരിയത്ത് സലാത്തിലെത്തി ആ പിഞ്ചു പെങ്ങളുടെ കയ്യിൽ കിടന്ന 2 പവനോളം തൂക്കം വരുന്ന ഒരു സ്വർണ്ണ വള ഊരിയിട്ട് ആ യത്തീം ഖാനയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തു. എന്നിട്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് നാരിയത്ത് സലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യിപ്പിച്ചു. ആ യത്തീം ഖാനയിലെ പിഞ്ചോദന കുഞ്ഞുങ്ങൾ പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ സഹോദരിക്ക് വേണ്ടി, ആ പിഞ്ചു പെങ്ങൾക്ക് വേണ്ടി, ആ കൊച്ചുമകൾക്ക് വേണ്ടി. ആ പിഞ്ചു പെങ്ങളെ അന്നത്തതിന്റെ 3ാമത്തെ ദിവസം വീണ്ടും അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു. മദ്രാസ് അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ അതിനൊരാഴ്ച മുമ്പ് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് വയസ്സിൽ ട്യൂമറുണ്ട്, വീണ്ടും ഓപ്പറേഷൻ നടത്തണമെന്ന് വിധി എഴുതിയ ഡോക്ടർമാർ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അവർ പറയുകയുണ്ടായി, ആ കുട്ടിയുടെ വയസ്സിലുണ്ടായിരുന്ന മാംസപിണ്ഡം അസ്വസ്ഥമായിരിക്കുന്നു. ഇനി ആ കുട്ടിക്ക് ഓപ്പറേഷൻ വേണ്ട. ഇന്ന് ഈ നിമിഷം വരെയും പിന്നീട് ആ കുട്ടിക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നിട്ടില്ല. ആ കുടുംബം നിരന്തരമായി എന്നോട് ബന്ധപ്പെടാറുണ്ട്. ആ യത്തീം ഖാനയിലെ പിഞ്ചോദന കുഞ്ഞുങ്ങൾ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തതിന്റെ ഫലം ഈ അടുത്ത ദിവസം ഞാൻ ആ നാട്ടിൽ ഒരാവശ്യത്തിന് വേണ്ടി പോയി. ഈ അടുത്ത ദിവസവും ആ കുട്ടിയെയും ആ സംഭവത്തെയും സ്മരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 100 അനുഭവങ്ങൾ അതുപോലെ പറയാനിരിക്കുന്നു. അൻവാർ ഇസ്ലാമത്തെയും ഖാനയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ഒരു സഹോദരൻ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ അൻവാർ ഇസ്ലാമത്തെയും ഖാനയിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞ ആ കുഞ്ഞുങ്ങൾ ദുആ ചെയ്തിട്ട് 10-14 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയാതെ ഡോക്ടർമാർ മൊത്തം ആബ്സെന്റ് തള്ളി വിധി എഴുതിയിട്ട് ആ സഹോദരന് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം കിട്ടിയത്, ഒരു പിഞ്ചുകുട്ടിയെ കിട്ടിയത് അൻവാർ ഇസ്ലാമത്തെയും ഖാനയിലെ കുഞ്ഞുങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് ആ ആഗ്രഹം സാധിച്ചത് എന്റെ മുൻപിൽ സഹോദരന്മാരുടെ മുന്നിൽ എനിക്ക് പറയാൻ കഴിയും. ആ യത്തീം ഖാനയിലെ പിഞ്ചോദന കുഞ്ഞുങ്ങൾ വെള്ളിയാഴ്ച രാവ്, എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച രാവിലെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും പങ്കെടുക്കാൻ നിയത്ത് ചെയ്തുകൊണ്ട് ആരുമാരും സഹായിക്കാനില്ലാത്ത നമ്മുടെ ആ അനാഥ കുഞ്ഞുങ്ങളെ, ആ പിഞ്ചോദന മക്കളെ സഹായിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ആ ദുആയിൽ പങ്കെടുക്കാൻ നാളെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലിന്റെ പരമാവധി ഒരു സംഭാവന കൊണ്ടുവരണം. ആ സംഭാവന കൊണ്ടുവരുന്നതിന് ഞാൻ നിങ്ങളെ ഒരു സാധനം ഏൽപ്പിച്ചു വിടുന്നുണ്ട്, ഒരു സമ്മാനം ഏൽപ്പിച്ചു വിടുന്നുണ്ട്. ഈ സദസ്സിൽ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒരു കവർ വരുന്നു. വെറും കവറല്ല, അതിനകത്തൊരു മധുരമുള്ള സാധനമുണ്ട്, കുറച്ച് കൽക്കണ്ട. അത് ഞാൻ ഈ സദസ്സിൽ എത്തുന്നതിന് മുമ്പ് നിന്ന് കിട്ടിയ ഇജാസത്തനുസരിച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ കൊണ്ട് ഔലിയാക്കന്മാരുടെ ഇജാസത്തായി കിട്ടിയിട്ടുള്ള ദുആ കൊണ്ട് ഞാൻ ദുആ ചെയ്ത് ആ കവറിനകത്ത് കുറച്ച് കൽക്കണ്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ 3 കൊല്ലത്തിനു ശേഷം ആദ്യമായി ചെയ്യുന്ന കാര്യമാണ്. 3 കൊല്ലത്തിനുള്ളിൽ ഒരിക്കലും ഇതുപോലൊരു വേദിയിൽ ഞാൻ കയറിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, അനുഭവങ്ങളുടെ 100 സംഭവങ്ങൾ എനിക്ക് പറയാൻ കഴിയും. പക്ഷേ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ഇത് വിശുദ്ധ റമളാന്റെ രാത്രിയാണ്, അനുഗ്രഹീതമായ രാത്രിയാണ്. മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരാമർശിച്ച പുണ്യമായ രാത്രിയാണ്. ഈ രാത്രിയിൽ ഈ സദസ്സിൽ കുറച്ച് കൽക്കണ്ടം ഞാൻ ദുആ ചെയ്ത് മന്ത്രിച്ച് അതിലൊക്കെ ഞാൻ വളരെ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഒരുപക്ഷേ അതിനോട് വിയോജിപ്പുള്ളവരും പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ടാകാം. അവരെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, അവരെ പരിഹസിക്കുന്നില്ല. പക്ഷേ ഞാൻ ഈ അനുഭവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. എന്റെ മുന്നിൽ എത്രയോ അനുഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഹദ്റത്ത് കലണ്ടർ ഷാഫിർ വലിയുള്ള ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുന്ന മഹാനായ അല്ലാഹുവിന്റെ വലിയ, ഒരുപക്ഷേ നിങ്ങൾ ഓരോരുത്തർക്ക് പറയും, ഇന്നും ജീവിച്ചിരിക്കുന്ന കർണാടക സംസ്ഥാനത്ത് സകലേശ്വരത്ത് നിന്ന് കുറെ ജീവിച്ചിരിക്കുന്ന 10-90 വയസ്സുള്ള മഹാനായ അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ വലിയാണ് ഹസ്രത്ത് കലന്തർ ഷാ പീറുവലിയുള്ള ആ മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഇജാസത്ത് കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടായ 100 അനുഭവങ്ങൾ എന്റെ മുന്നിലുണ്ട്. ആ അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. അദ്ദേഹം തന്നെ ഇജാസത്ത് കൊണ്ട് ഞാൻ ദുആ കൊടുത്ത് 100 അനുഭവങ്ങൾ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മഹത്തായ ഇജാസത്തനുസരിച്ച് ഔലിയാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഇജാസത്തനുസരിച്ച് സഹോദരന്മാർക്ക് കൊടുത്തിരുന്നതാണ്. സഹോദരിമാർക്ക് എല്ലാവരും ഇത് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് ഇതിനകത്ത് നാളെ നിങ്ങൾ കൊണ്ടുപോയി ഒരൽപ്പം കൽക്കണ്ടം അതിലിരിപ്പുണ്ട്. ഞാൻ ദുആ ചെയ്ത് മന്ത്രിച്ച ഒരൽപ്പം കൽക്കണ്ട അത് നിങ്ങൾ നമ്മുടെ അഭിമന്യനായ നായകൻ മുഹമ്മദ് മുസ്തഫായുടെ പേരിൽ ഒരു 3 സലാത്ത് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചൊല്ലിയിട്ട് അതിനകത്തൂട. എന്നിട്ട് അത് നിങ്ങൾ കഴിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഹലാലായ ഉദ്ദേശം സഫലീകൃതമാകാൻ ദുആ ചെയ്തുകൊണ്ട് നിങ്ങളത് കഴിക്കുക. വളരെ വ്യക്തമായി ഞാൻ പറയാൻ പറ്റും. ഞാനൊരു ചെറിയ അഡ്രസ് തരാം. സംശയമുള്ളവർക്ക് ഞാൻ ഈ പറയുമ്പോൾ അബ്ദുൽ നാസർ മഅദനിക്ക് ഇപ്പോഴും ഈ പണിയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. കാരണം മഅദനി ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനായില്ലേ, രാഷ്ട്രീയക്കാരനായില്ലേ, ഇപ്പോഴും മഅദനിക്കിനൊക്കെ പറ്റിയതാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. മഅദനി അതെല്ലാം തലങ്ങൾ കടന്നുപോയാലും മഅദനിയുടെ ആദർശത്തിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് മഅദനി പോകില്ല. ഞാൻ അഡ്രസ് തരാൻ എഴുതിക്കോ. അഷ്റഫ് ഖാജ മൻസിൽ ചങ്ങനാശ്ശേരി എന്ന അഡ്രസ്സില് അഷ്റഫ് ഖാജ മൻസിൽ ചങ്ങനാശ്ശേരി എന്ന അഡ്രസ്സില് നാളെ ഒരു കാർഡ് എഴുതിയിട്ടിട്ട് ചോദിച്ചോ. അനുഭവത്തിന്റെ 100 കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ പ്രിയപ്പെട്ട സഹോദരന്റെ തളർന്നവശനായ ഒരു പിഞ്ചുകുട്ടി 2 കാലും തളർന്ന് ഡോക്ടർമാരെല്ലാം ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് വിധിയെഴുതി തളർന്നു കിടന്ന പിഞ്ചുകുട്ടി. ഞാൻ അയാളെ കുറിച്ച് പറയാൻ കാരണം അയാള് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഒരു ദൈവനിഷേധത്തോട് അടുത്ത ആളായിരുന്നു. അങ്ങനത്തെ മനുഷ്യൻ ഞാൻ ഇതുപോലെ ഒരു സദസ്സിൽ ചങ്ങനാശ്ശേരിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു സാധനം മന്ത്രിച്ചു കൊടുത്തു. അയാൾ എന്റെ അടുക്കൽ പ്രസംഗം തീർന്ന് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് എന്റെ അടുക്കൽ വന്നു അയാൾ. എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു. പ്രസംഗം തീർന്നപ്പോൾ എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ താമസിച്ച വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നിട്ട് അയാൾ ചോദിച്ചു. ഞാൻ ഒരുപാട് ചികിത്സിച്ച് പരാജയപ്പെട്ട ആളാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെയോ, ഞാൻ നിങ്ങൾ ഈ മന്ത്രിച്ചു തരുന്ന കാര്യത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ വേറെ കുറെ അനുഭവങ്ങളുടെ കഥകൾ നിങ്ങൾ പറഞ്ഞല്ലോ. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കുന്നു, ഈ സാധനം കഴിച്ചാൽ എനിക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടി 2 കാലും തളർന്ന കുട്ടിയാണ്, 2 കൈയും തളർന്ന കുട്ടിയാണ്. അവന്റെ രോഗം മാറുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പടച്ചവന് മാത്രമേ അറിയൂ. അതെനിക്കറിയുമെങ്കിൽ പിന്നെ ഇത് തരണ്ടല്ലോ, ഞാനൊന്ന് മാറ്റി തന്നാ പോരെ. പക്ഷേ ഇത് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഇജാസത്തനുസരിച്ച് ദുആ ചെയ്ത് മന്ത്രിച്ച സാധനമാണ്. അത് നിങ്ങളെ കൊണ്ട് കൊടുക്കുക, ചിലപ്പോൾ അള്ളാഹു ഫലം തരും എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അതുകൊണ്ട് കൊടുത്തു. പിറ്റേ ദിവസത്തെ വാളിന്റെ സദസ്സില് ആ പിഞ്ചു കുട്ടിയെ കൂടി കൊണ്ടുവന്നു. ആ തളർന്ന കുട്ടിയെയും കൊണ്ട് അയാൾ ഒരു മൂലയിൽ വന്നിരുന്നു. അപ്പോഴും അയാളുടെ മുഖത്ത് അവിശ്വാസത്തിന്റെ കണികകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് തോന്നലുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്റെ പ്രസംഗവും ഞാൻ നിർത്താറുള്ളത് 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിന്റെ അഭിമന്യരായ ഔലിയാക്കന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്തുകൊണ്ടാണ് എന്റെ എല്ലാ പ്രസംഗവും നിർത്താറ്. ആ പ്രസംഗവും ഞാൻ അങ്ങനെ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തി. ആ ദുആയ്ക്ക് ശേഷം ആ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം ആ ദുആയിൽ ഞാൻ മിനിറ്റുകളോളം ആ കുഞ്ഞിനെ പരാമർശിച്ച് ദുആ ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാകാം ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. സംഭവത്തിന്റെ 11ാമത്തെ ദിവസം അഷ്റഫ് എന്നെ അന്വേഷിച്ചു വരികയുണ്ടായി. വന്നത് വെറുതെയല്ല, 2 കൈയും തളർന്ന 2 കാലും തളർന്ന എഴുന്നേക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട മകനെ റോഡിലൂടെ നടത്തി എന്റെ മുന്നിൽ കൊണ്ടുവരികയുണ്ടായി. അൻവാറുൽ ഇസ്ലാം യതീംഖാനയിലെ ആ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് നടന്നു വന്ന അഷ്റഫ് ഇന്ന് തികച്ചും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോകുന്ന സത്യവിശ്വാസിയായിരിക്കുകയാണ്. ഞാനിതൊക്കെ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ കുറച്ച് സാധനം മന്ത്രിച്ചു വെച്ചിരിക്കുന്നു. ഇത് കൊണ്ടുപോയി കഴിച്ചാൽ നാളെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ട് പരിഹൃതമാകുമെന്നൊന്നും ഞാൻ ഉറപ്പു തരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ തന്ന ഇജാസത്തനുസരിച്ച് ഞാൻ മന്ത്രിച്ച ഒരു സാധനം കൊടുത്തുവിടുന്നു. അള്ളാഹു ഫലം തരുമെന്നാണ് എന്റെ വിനീതമായ പ്രതീക്ഷ. ഈ സാധനം നിങ്ങൾ ഓരോരുത്തരും വാങ്ങിക്കണം. ഈ സാധനം നിങ്ങൾ ഓരോരുത്തരും വാങ്ങിക്കണം. ഈ നിയന്ത്രിക്കുന്നവർ കൂടുമ്പോൾ ബഹളം കൂടിക്കൊണ്ടിരിക്കും. നാളെ നിങ്ങൾ വരുമ്പോൾ
നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഒരു സംഭാവന അൻവാറുൽ ഇസ്ലാമിന്റെ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആ അനാഥ മക്കൾക്ക് വേണ്ടി ഈ കവറിൽ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഒരു സംഭാവനയിട്ട് എന്ത് കാര്യത്തിനു വേണ്ടിയാണോ ദുആ ചെയ്യേണ്ടത് ആ കാര്യം പ്രത്യേകം എഴുതി ആ കവറിനകത്തിട്ട് സംഭാവനയോടൊപ്പം കൊടുത്തുവിടണം. ഇൻഷാ അല്ലാഹ് ഏറ്റവും അടുത്ത റമളാൻ കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച രാവ് അൻവാറുൽ ഇസ്ലാം യതീംഖാനയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓരോ കവറിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി അവരുടെ മുന്നിൽ വായിച്ച് കേൾപ്പിച്ചിട്ട്, പേരും അഡ്രസ്സും സഹിതം വായിച്ച് കേൾപ്പിച്ചിട്ട് അവിടെ വെച്ച് ദുആ ചെയ്യുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അൻവാറുൽ ഇസ്ലാമിലെ അനാഥ കുഞ്ഞുങ്ങൾ ദുആ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ കവറിൽ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സംഭാവന ഈ കവറിനകത്തിട്ട് ദുആ ചെയ്യേണ്ട ആവശ്യം സഹിതം എഴുതി നാളെ ഈ കവർ ഇവിടെ കൊണ്ടെത്തിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഈ കവർ കൊടുത്തുവിടുകയാണ്. ഓരോരുത്തരും ഇത് വാങ്ങുക, ബഹളമുണ്ടാക്കാതെ തള്ളുണ്ടാക്കാതെ ഒരു കവർ വീതം മാത്രം വാങ്ങുക, കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഇത് കൊണ്ടുപോകുന്നത് ഉപയോഗപ്രദമായി ഫലപ്രദമായി ഉപയോഗിക്കുന്നവർക്ക് മാത്രം കൊടുക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സ്റ്റേജിന്റെ പുറകില് ബഹളം ഉണ്ടാക്കുന്നവര് നിയന്ത്രിക്കാം. സ്റ്റേജിന്റെ പുറകിൽ ബഹളമുണ്ടാക്കുന്നവർ നിശബ്ദരാകുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം ഞാൻ ഒരുപാട് സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം ഞാൻ ഒരുപാട് സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം ഇന്ത്യയിലെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന, ആഗോളതലത്തിൽ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം ഒരേ ഒരു മാർഗമാണ്, ഒന്നാണ് പരിഹാര മാർഗം. അതായത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ യഥാർത്ഥ മുഅ്മിനീങ്ങളാകാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ നിന്ദിതരാകുകയില്ല, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, നിങ്ങൾ പരമോന്നതന്മാരാണ്. അന്തുമുൽ അഅ്ലഊൻ, നിങ്ങൾ ഉന്നതന്മാരാണ്. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാകുമെങ്കിൽ, യഥാർത്ഥ മുഅ്മിനീങ്ങളാകുമെങ്കിൽ എല്ലാറ്റിനെയും ആ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ മുന്നിൽ അല്ലാഹു തആല തുറന്നു തരും. എല്ലാ ശക്തികളെയും അല്ലാഹു പരാജയപ്പെടുത്തി തരും. എല്ലാ ദുശക്തികളെയും നമ്മൾ ഈ പദത്തില് വളരെ ജാഗ്രതയോടുകൂടി ഇവിടെ വീഡിയോ ക്യാമറയിൽ പകർത്തിയെടുക്കുന്നുണ്ട്. ഈ വീഡിയോ ക്യാമറയിൽ എത്ര ജാഗ്രതയോടെയാണോ എന്റെ പ്രസംഗം പകർത്തിയെടുക്കുന്നത്, അതിലും 1000 മടങ്ങ് ജാഗ്രതയോടുകൂടി ആ മുസ്ലിം സഹോദരിമാർ സൂറത്തിന്റെ തെരുവോരങ്ങളിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ ആ ബലാത്സംഗം ചെയ്യപ്പെട്ട മുസ്ലിം സഹോദരിമാരെ ഒരിച്ചു മാനത്തിനു വേണ്ടി, അഭിമാനം കാക്കാൻ വേണ്ടി, നാണം മറയ്ക്കാൻ വേണ്ടി കിരാതന്മാരായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും RSSന്റെയും ബജ്രംഗളിന്റെയും കിരാതന്മാരായ ആ പരീക്ഷകളുടെ കരങ്ങളിൽ കിടന്ന് പിടഞ്ഞു വരുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിമാര് മാനത്തിനു വേണ്ടി അലറി നഗ്നകളായി നിലവിളിക്കുന്ന രംഗം വീഡിയോ കാസറ്റിൽ പകർത്തിയെടുക്കുകയുണ്ടായി, വീഡിയോ ക്യാമറയിൽ ഒപ്പിയെടുക്കുകയുണ്ടായി. എന്നിട്ട് VCR-നെറ്റ് കണ്ട് കൈവെട്ടി പൊട്ടിച്ചിരിക്കും. ഈ വ്യവസ്ഥയൊക്കെ ഇന്ന് മുസ്ലിം സഹോദരിമാർ അനുഭവിക്കേണ്ടി വരുന്ന ഈ ഗതികേടിന്, മുസ്ലിം സഹോദരന്മാർ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ, ഇതിലെല്ലാം അറിവ് വേണ്ടേ മക്കളെ? അതിനുള്ള പരിഹാരം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് പോലെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും ദീനിലേക്ക് പ്രവേശിക്കുക, ദീനിന്റെ എല്ലാ വിധിവിലക്കുകളും പാലിക്കുക, ദീനിന്റെ എല്ലാ വിധിവിലക്കുകളും പാലിക്കുക, യഥാർത്ഥ മുസ്ലിങ്ങളാകുന്നതിന് വേണ്ടി ശ്രമിക്കുക, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക, അല്ലാഹുവിനെ ഭയക്കുക, ദീനിന്റെ ചിട്ടകളിൽ ഒരു ഇഞ്ച് പോലും തെറ്റാകുന്നതിന് വേണ്ടി ശ്രമിക്കണം. ഒരു മുസ്ലിം അവന്റെ എല്ലാ മേഖലകളിലും, അവന്റെ എല്ലാ ചലനത്തിലും
അവന്റെ എല്ലാ നിശ്ചലനാവസ്ഥയിലും അവൻ എവിടെ പോയാലും, അവൻ പാർലമെന്റിൽ പോയാലും, അവൻ നിയമസഭയിൽ പോയാലും, അവൻ MP ആയാലും, അവൻ MLA ആയാലും, അവൻ മന്ത്രിയായാലും, അവന്റെ എല്ലാ മേഖലകളിലും അവൻ IAS-കാരനായാലും, IPS-കാരനായാലും, ICS-കാരനായാലും, IFS-കാരനായാലും, ആരായാലും അവനവന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിനെ സൂക്ഷിക്കുന്നവനാകണം. അവൻ തഖ്വയുള്ളവനാകണം. അവൻ മുസ്ലിമാകണം. അവൻ ഈമാനിന്റെ പ്രതീകമായി ജീവിക്കണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തെ അംഗീകരിക്കണം. ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ദീനിന്റെ ശത്രുക്കളോട് സന്ധിയാകാൻ പാടില്ല. അവരോട് കൂട്ടുകൂടാൻ പാടില്ല. അവരോട് ഒത്തുനിന്നുകൊണ്ട് ഒരേ ഒരു പരിഹാര മാർഗം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബദർ യുദ്ധത്തിന്റെ അങ്കണത്തിൽ വിജയം വരിച്ച ബദരീങ്ങൾ അവരുടെ ഈമാൻ കൊണ്ടായിരുന്നു വിജയം വരിച്ചത്. അള്ളാഹുവിനുള്ള ഭയം കൊണ്ടായിരുന്നു വിജയം വരിച്ചത്. അന്ന് ആറ്റം ബോംബുകൾ ഉണ്ടായിരുന്നില്ല, അന്ന് മിസൈലുകൾ ഉണ്ടായിരുന്നില്ല, അന്ന് റോക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല, ചീറിപ്പായുന്ന വാഹനങ്ങളും പദ്ധതികളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അവരുടെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയം നിറയെ ഈമാൻ ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മഹാനായ നമ്മുടെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതെന്തായിരുന്നു? തമ്പുരാനെ, നാളത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ജനാഞ്ചലത്തിലേക്ക് ഇറങ്ങുകയാണ് റബ്ബേ. ഞങ്ങളുടെ കയ്യിൽ വാളുകളില്ല റബ്ബേ, ഞങ്ങളുടെ കയ്യിൽ പഞ്ചകളില്ല റബ്ബേ, ഞങ്ങളുടെ കയ്യിൽ പടയങ്കികളില്ല റബ്ബേ, ഞങ്ങൾക്ക് ഒട്ടകങ്ങളില്ല റബ്ബേ, ഞങ്ങൾക്ക് കുതിരകളില്ല റബ്ബേ. സാധാ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ്. നാളെ ശത്രുക്കളപ്പുറത്തുനിന്ന് വരുന്നു. അവർക്ക് ചൂറിപ്പായുന്ന കുതിരകളുണ്ട്, അവർക്ക് അലറി വിളിക്കുന്ന കുതിരകളുണ്ട്, അവർക്ക് ഒട്ടകങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് ആയുധങ്ങളുണ്ട്, അവർക്ക് ആയിരക്കണക്കിന് അംഗസംഖ്യയുണ്ട്. അവർ നാളെ അപ്പുറത്തുനിന്ന് സർവായുധ സന്നാഹരായി ചീറിയെടുക്കുമ്പോൾ ഇപ്പുറത്ത് ഞങ്ങൾ നിസ്സഹായരായി നിരാലംബരായി ഞങ്ങൾ നിൽക്കുകയാണ്. നാഥ, ഞങ്ങൾക്ക് കഴിവുകളില്ല തമ്പുരാനെ, നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. അധികാരത്തിന്റെ ശക്തി ഞങ്ങൾക്കില്ല, ആയുധത്തിന്റെ ശക്തി ഞങ്ങൾക്കില്ല, അംഗബലം ഞങ്ങൾക്ക് കൂടുതലില്ല. ഞങ്ങളെ ഞങ്ങളീ പരിമിതമായ 313 പേര് ആയിരക്കണക്കിന് പടയാളികളോട് പോരാടേണ്ടി വന്നിരിക്കുന്നു. നാഥ, ഞങ്ങൾക്ക് ഒന്നുണ്ട്, വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗത്ത് നിന്നെക്കുറിച്ചുള്ള വിശ്വാസമുണ്ട് റബ്ബേ. അബൂജഹലിന്റെയും അബൂലഹബിന്റെയും നേതൃത്വത്തിൽ ഒട്ടകക്കൂട്ടങ്ങൾ ചീറിയെടുക്കുമ്പോൾ, കുതിരക്കൂട്ടങ്ങൾ ചീറിയെടുക്കുമ്പോൾ, വാളുകളും പഞ്ചകളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, വാളുകളിൽ നിന്ന് പ്രകാശം പറക്കുമ്പോൾ, ശിർക്കിന്റെ വാഹകരോട് ഏറ്റുമുട്ടുന്ന ഈ അങ്ങനീ പരിമിതമായ സ്വഭാവത്ത് ജീവിതത്തിൽ ആദ്യമായി നോമ്പ് പിടിച്ചവര് അതിനു മുമ്പ് ഒരിക്കലും അവർ നോമ്പ് പിടിച്ചിട്ടില്ല, അതിനു മുമ്പ് ഒരിക്കലും അവർ പട്ടിണി നിന്നിട്ടില്ല. അങ്ങനെ നിരന്തരമായി 16 ദിവസം നോമ്പ് പിടിച്ച് ഒരു കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിക്കുന്നവർ, ഒരു ഗ്ലാസ് വെള്ളം ഒട്ടാളം കുടിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുന്നവർ, അവരെ വലഞ്ഞ ശരീരത്തോടുകൂടി, ഒട്ടിയ ശരീരത്തോടുകൂടി, ക്ഷീണിച്ച ശരീരത്തോടുകൂടി അവർ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയിട്ട് അവർ ഒരു കാര്യം പറഞ്ഞു: വാളുകൾ ഞങ്ങൾക്കില്ലെങ്കിലും റബ്ബേ, പരിചകളില്ലെങ്കിലും റബ്ബേ, ഈമാൻ ഞങ്ങൾക്കുണ്ട്. ആ ഈമാനാകുന്ന ആയുധം കൊണ്ടാണ് ഞങ്ങൾ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് നാഥാ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. വാളുകൾ ഞങ്ങൾക്ക് വേണ്ട, പരിചകൾ ഞങ്ങൾക്ക് വേണ്ട, ഒട്ടകങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, അധികാരം ഞങ്ങൾക്ക് വേണ്ട, അംഗസംഖ്യ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ഹസ്ബുനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് മതി, അല്ലാഹു ഞങ്ങൾക്ക് മതി. മൂസാ നബിയെ നൈൽ നദിയിൽ വെച്ച് രക്ഷിച്ച റബ്ബുണ്ടല്ലോ, ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിച്ച റബ്ബുണ്ടല്ലോ, ഇസ്മായിൽ നബിയെ ആളിക്കത്ത് മൂർച്ചയുള്ള വാളിൽ നിന്ന് രക്ഷിച്ച റബ്ബുണ്ടല്ലോ. ആ റബ്ബ് ഞങ്ങൾക്ക് മതി, പടച്ചവന്റെ സഹായം ഞങ്ങൾക്ക് മതി, പടച്ചവനിൽ ഞങ്ങൾ സർവ്വതും സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പടച്ചവന്റെ സഹായം മാത്രം മതി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണം മക്കളെ. അല്ലാഹുവിന് സർവ്വതും സമർപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണം. മറ്റെന്തിനേക്കാളും ഉപരി പടച്ചവനിൽ അർപ്പിക്കുന്നവർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തയ്യാറുണ്ടോ? എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ബോസ്നിയയിൽ വെട്ടേറ്റ് മറിഞ്ഞു വീഴുമ്പോൾ, ആസാമിലും ഭിവണ്ടിയിലും വെട്ടും വെടിയുമേറ്റ് മറിഞ്ഞു വീഴുമ്പോൾ, സൂറത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ, അയോധ്യയിൽ ക്രൂരമായി അടിച്ചോടിക്കപ്പെടുമ്പോൾ ഒരു കാര്യം നാം ഓർക്കുക:
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന മഹത്തായ ആശയത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾക്കറിയില്ലേ, എന്റെ നാടിനടുത്താണ് ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞ പെരുമൺ ദുരന്തം നടന്ന സ്ഥലം. ഓർക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഓർമ്മയില്ലേ പെരുമൺ ദുരന്തം നടന്നത്? ഓർമ്മയില്ലേ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞു വീണു. ഐലൻഡ് എക്സ്പ്രസിലുണ്ടായിരുന്ന ഒരുപാട് പച്ച മനുഷ്യർ വെള്ളം കുടിച്ച് ചേറിൽ താൻ മരിച്ചുപോയി. പക്ഷേ ഐലൻഡ് എക്സ്പ്രസിൽ മരിച്ചവരുടെ മയ്യത്തുകളൊക്കെ പുറത്തെടുത്തു. അവസാനം അഷ്ടമുടിക്കായലിന്റെ ദുർഗന്ധം വമിക്കുന്ന ചേറിലേക്ക് താഴെ പോയി കിടന്ന ആ ബോഗികൾ പൊക്കിയെടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അത്യാധുനിക ക്രൈനുകൾ കൊണ്ടുവന്ന് ബോഗിയിൽ ഫിറ്റ് ചെയ്തിട്ട് ആ ബോഗി ഉയർത്താൻ നോക്കിയിട്ടും ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്രൈൻ കൊണ്ടുവന്നിട്ട് ആ ബോഗി പൊക്കാൻ നോക്കിയിട്ട് അഷ്ടമുടിക്കായലിന്റെ ചേറിലേക്ക് താഴുപോയ ആ ബോഗി പൊങ്ങി വന്നില്ല. അവസാനം മാപ്പിള കലാശിമാരെ കൊണ്ടുവന്നു. മാപ്പിള കലാശിമാർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുമായി തരീഖത്തിൽ ബൈഅത്ത് ചെയ്തിട്ടുള്ള മാപ്പിള കലാശിമാരെ കൊണ്ടുവന്നു. മാപ്പിള കലാശിമാർ അവിടെ വന്ന് അവരുടെ കരങ്ങൾ ബോഗിയിലേക്ക് തൊട്ട് അങ്ങ് ചേറിന്റെ അടിയിലേക്ക് തുറഞ്ഞു കിടക്കുന്ന ബോഗി അവരുടെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതല്ല, ഉരുക്ക് കൊണ്ടുണ്ടാക്കിയതല്ല, ഈയം കൊണ്ടുണ്ടാക്കിയതല്ല, ലോഹം കൊണ്ടുണ്ടാക്കിയതല്ല, വെറും സാധാരണ കൈ. ആ മനുഷ്യന്റെ കൈകൊണ്ട് ആ ബോഗിയിൽ തൊട്ടിട്ട് അവർ തള്ളിയപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്യാധുനിക ക്രൈനുകൾ കൊണ്ട് പിടിച്ചു വലിച്ചിട്ട് കൊള്ളാത്ത ഐലൻഡ് എക്സ്പ്രസിന്റെ ബോഗി അഷ്ടമുടക്കായിലുള്ള അഗാധതയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കഴിവ് തരുന്നവൻ പരസ്പരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി കല്യാണം കഴിച്ചത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നീട്ടാഞ്ഞതുകൊണ്ട നീട്ടിയെങ്കിലേ ഇബ്രാഹിം നബി ശരിയായ ഒരു ഇബ്രാഹിം നബിയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പാവും. നീട്ടിയെങ്കിലേ ഇബ്രാഹിം നബിക്ക് അലൈഹിസ്സലാം പറയുള്ള മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാലും മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാലും രണ്ടും ഒരാൾ തന്നെ. ഖലീലുല്ലാഹി ഇബ്രാഹിം. ഒരു മുസ്ലിമിന്റെ പതിവാകണം എന്താണെന്നറിയോ? റസൂലുള്ളാഹിയുടെ പേര് കേട്ടാൽ ഉടനെ സ്വലാത്ത് ചെല്ലണം. സഹാബത്തിന്റെ പേര് കേട്ടാൽ ഉടനെ റളിയല്ലാഹു അൻഹു പറയണം. പ്രവാചകന്മാരുടെ പേര് കേട്ടാൽ ഉടനെ സ്വലാത്ത് ചെല്ലണം. ഇതൊക്കെ ഒരു മുസ്ലിമിന്റെ പതിവാകണം, നിത്യജീവിതത്തിലെ കാര്യങ്ങളാകണം. അതൊന്നും ആരും പറഞ്ഞു തരേണ്ടി വരരുത്, ആരും പറഞ്ഞു തരേണ്ടി വരരുത്. ബഹുമാനപ്പെട്ട ചേർത്ത് നീട്ടി പറഞ്ഞെങ്കിലേ നബി നബിയാവുന്നില്ല. ഞാൻ എന്റെ ചെറുപ്പത്തിൽ വാങ്ങുവെക്കാൻ പോകുമായി. അന്ന് വാങ്ങുവെക്കാൻ പോകുമ്പോൾ ഇപ്പോഴൊക്കെ അന്നൊക്കെ വലിയ വാങ്ങു പറയുന്ന ഇപ്പോൾ വയസ്സനായി പോയ ഒരു മൗലവിയുണ്ട്, ജമാലുദ്ദീൻ മൗലവി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്റെ നാട്ടിൽ വാങ്ങു പറയാമോ? ഞാനൊക്കെ കൊച്ചുകുട്ടിയാണ്, മൂത്തവരെ പോലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കപ്പലണ്ടിയൊക്കെ വാങ്ങിയിട്ടൊന്ന് വാങ്ങുവെക്കാൻ പോയിരിക്കുന്ന സമയം ആ ഓർമ്മ എനിക്കിപ്പോൾ എന്റെ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്ന ചില കൊച്ചുകുട്ടികളെ കാണുമ്പോൾ എനിക്ക് അന്നത്തെ ഓർമ്മ വരും. അങ്ങനെ ഞാൻ വാങ്ങുവെക്കാൻ പോകും. വാങ്ങുവെക്കാൻ വേണ്ടി പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നബിമാരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ആരും ഒരു പരിഗണനയും കൊടുക്കുന്നില്ല, ഒരു മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം അദ്ദേഹം ചിലരുടെയൊക്കെ പേര് ബഹുമാനപ്പെട്ടാന്നും ഖാജാന്നും ഒക്കെ ചേർത്ത് നീട്ടി പറഞ്ഞപ്പോൾ വലിയ ബഹുമാനത്തോടെ എല്ലാവരും റളിയല്ലാഹു അൻഹു പറയും. പല പ്രാവശ്യവും നബിമാരുടെ പേര് ചെറുതായിട്ട് പറഞ്ഞിട്ട് ആരും ഉണ്ടെന്നില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഇടയ്ക്ക് എന്റെ നാട്ടുകാരെ ഒന്ന് പറ്റിക്കാൻ ബഹുമാനപ്പെട്ട ഓം തന്ന ഖാജാ എല്ലാരും കൂടെ റളിയല്ലാഹു അൻഹു. കാരണം ബഹുമാനപ്പെട്ടാന്ന് പറഞ്ഞത് പിന്നെ അവസാനം ഖാജാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓന്തായാലും റളിയല്ലാഹു അൻഹു എന്ന് പറയാം. നീട്ടിയാലേ തള്ളിയത്ത് ചൊല്ലൂ അലൈഹിസ്സലാം പറയൂ എന്നൊന്നുമുള്ളത് നല്ല സ്വഭാവമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ കൊണ്ടുപോയിട്ടു ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ എന്താ? അല്ലാഹു ഏകനാണ്, സത്യം തുറന്നു പറഞ്ഞു. അതിന്റെ പേരിൽ ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ ഉത്തരവിട്ടു. അതും തീക്കുണ്ടമാണോ? ഇന്നും സത്യം പറയുന്നത് അനുഭവിക്കേണ്ട വേദന വളരെ വലുതല്ലേ? സത്യം പറയുമ്പോൾ അവർക്ക് ഏറെ പ്രസിഡന്റ് സ്ഥാനം പോവും. സത്യം പറയുമ്പോൾ
ചിലപ്പോൾ സ്ഥാനങ്ങളൊക്കെ തെറിക്കും, അവരെയൊക്കെ ഒറ്റപ്പെടുത്തും, മതഭ്രാന്തരെന്ന് വിളിക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. പക്ഷേ സത്യം പറയുന്നവർ എക്കാലവും ബുദ്ധിമുട്ട് സഹിച്ച പാരമ്പര്യമാണുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അഗ്നികുണ്ഡത്തിൽ കൊണ്ടു. വലിയ അഗ്നികുണ്ഡം. ആ അഗ്നികുണ്ഡത്തിന്റെ ചൂടുകൊണ്ട് ചരിത്രം എഴുതുന്നു, നമ്രൂദ് അന്നുണ്ടാക്കിയ അഗ്നികുണ്ഡത്തിന്റെ ചൂടുകൊണ്ട് ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് മുകളിലേക്ക് ആഞ്ഞടിക്കുന്ന തീ കൊണ്ട് എന്ത് ചെയ്തു എന്നറിയോ? ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ ആ ചൂടിന്റെ കാഠിന്യം കൊണ്ട് വെന്തുരുകി ചാമ്പലായി നിലത്ത് വീണു. നമ്രൂദ് ഉണ്ടാക്കിയ അഗ്നികുണ്ഡത്തിന്റെ ചൂടുകൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറം ഉണ്ടായിരുന്ന വൃക്ഷങ്ങളുടെ തടിയും ശിലയും കരിഞ്ഞുപോയി. അത്രയും വലിയ അഗ്നികുണ്ഡമാണ് ഇബ്രാഹിം നബിയെ ഇടാൻ നമ്രൂദ് ഉണ്ടാക്കിയത്. പക്ഷേ നമ്രൂദ് അവസാന അഗ്നികുണ്ഡം, വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഓർക്കുന്നത് എന്ത് ചെയ്യാനാണ്, എങ്ങനെയാണ് ഈ അഗ്നികുണ്ഡത്തിൽ ഇബ്രാഹിമിനെ കൊണ്ടിടുക? അതിന് മൈലുകൾക്ക് ഇപ്പുറത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. അവസാനം ഇബ്ലീസ് വന്നു. ഇവരോടും വലിയ കൂട്ടാണ്. ജ്ഞാനത്താക്കപ്പെട്ട ഇബ്ലീസ് അങ്ങനെ ഇബ്ലീസ് വന്നു. ഇബ്ലീസ് വന്നിട്ടൊന്ന് ഒരു അഡ്വൈസ് ചെയ്തു. എന്താണത്? നിങ്ങൾക്കറിയില്ലേ, ഇത്രയും ദൂരത്തിലൊക്കെ നിൽക്കുന്ന അഗ്നികുണ്ഡത്തിൽ എങ്ങനെയാണ് ഈ മനുഷ്യനെ കൊണ്ടിടുക? ഈ ചൂടിന്റെ കാഠിന്യം കൊണ്ട് ഒന്നൊരു പണിയുക, ഒരു വലിയ സാധനം ഉണ്ടാക്കി. ഞങ്ങളുടെയൊക്കെ നാട്ടിലത് തെറ്റാൽ എന്നൊക്കെ പറയും, എന്ത് പേര് പറയുന്നത് എനിക്കറിയില്ല. ചെറിയ കല്ല് വെച്ചിട്ട് കാക്കയും പൊക്കിനെയും ഒക്കെ ഈ തവണ, ആ ചെറിയ തവണയുടെ വലിയ തവണയുണ്ടാക്കി ഇബ്രാഹിം നബി ഇടാൻ. എന്നിട്ട് തവണയിൽ ഇബ്രാഹിമിനെ നിർത്തി പുറകിൽ നിന്നുള്ള ഒരു സാധനം വലിച്ചപ്പോൾ തെറിച്ച് ഇബ്രാഹിം പോയി അവിടെ പോയി വീണു. ഇബ്രാഹിം പോയി ആ തീക്കുണ്ടത്തിൽ വീണു. ശൈത്താൻ ഉപദേശിച്ചു കൊടുത്തു. ഇന്നും ശൈത്താന്മാരുണ്ടല്ലോ ഉപദേശിച്ചു കൊടുക്കാൻ. ശൈത്താന്മാർ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഇന്നും പല നമ്രൂദുമാരും കേൾക്കുന്നത്. ശൈത്താന്മാരുടെ ഉപദേശം കേട്ട് ആ ശൈത്താന്മാർ അവസാനം കാലുമാറും, നമ്രൂദുമാർ അവസാനം ഒറ്റപ്പെടും. അത് സംഭവിക്കാനെടുത്തിരിക്കും. അഗ്നികുണ്ഡത്തിൽ കൊണ്ടുപോയിട്ടു, നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ കൊണ്ടുപോയിട്ടു ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ എന്താ? അല്ലാഹു ഏകനാണ്, സത്യം തുറന്നു പറഞ്ഞു. അതിന്റെ പേരിൽ ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ ഉത്തരവിട്ടു. അതും തീക്കുണ്ടമാണോ? ഇന്നും സത്യം പറയുന്നത് അനുഭവിക്കേണ്ട വേദന വളരെ വലുതല്ലേ? സത്യം പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ പ്രസിഡന്റ് സ്ഥാനം പോവും. സത്യം പറയുമ്പോൾ ചിലപ്പോൾ സ്ഥാനങ്ങളൊക്കെ തെറിക്കും, അവരെയൊക്കെ ഒറ്റപ്പെടുത്തും, മതഭ്രാന്തരെന്ന് വിളിക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. പക്ഷേ സത്യം പറയുന്നവർ എക്കാലവും ബുദ്ധിമുട്ട് സഹിച്ച പാരമ്പര്യമാണുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അഗ്നികുണ്ഡത്തിൽ കൊണ്ടു. വലിയ അഗ്നികുണ്ഡം. ആ അഗ്നികുണ്ഡത്തിന്റെ ചൂടുകൊണ്ട് ചരിത്രം എഴുതുന്നു, നമ്രൂദ് അന്നുണ്ടാക്കിയ അഗ്നികുണ്ഡത്തിന്റെ ചൂടുകൊണ്ട് ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് മുകളിലേക്ക് ആഞ്ഞടിക്കുന്ന തീ കൊണ്ട് എന്ത് ചെയ്തു എന്നറിയോ? ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ ആ ചൂടിന്റെ കാഠിന്യം കൊണ്ട് വെന്തുരുകി ചാമ്പലായി നിലത്ത് വീണു. നമ്രൂദ് ഉണ്ടാക്കിയ അഗ്നികുണ്ഡത്തിന്റെ ചൂടുകൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറം ഉണ്ടായിരുന്ന വൃക്ഷങ്ങളുടെ തടിയും ശിലയും കരിഞ്ഞുപോയി. അത്രയും വലിയ അഗ്നികുണ്ഡമാണ് ഇബ്രാഹിം നബിയെ ഇടാൻ നമ്രൂദ് ഉണ്ടാക്കിയത്. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ ആ ചൂടിന്റെ കാഠിന്യം കൊണ്ട് വെന്തുരുകി ചാമ്പലായി നിലത്ത് വീണു. നമ്രൂദ് ഉണ്ടാക്കിയ അഗ്നികുണ്ഡത്തിന്റെ ചൂടുകൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറം ഉണ്ടായിരുന്ന വൃക്ഷങ്ങളുടെ തടിയും ശിലയും കരിഞ്ഞുപോയി. അത്രയും വലിയ അഗ്നികുണ്ഡമാണ് ഇബ്രാഹിം നബിയെ ഇടാൻ നമ്രൂദ് ഉണ്ടാക്കിയത്. പക്ഷേ നമ്രൂദ് അവസാന അഗ്നികുണ്ഡം, വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഓർക്കുന്നത് എന്ത് ചെയ്യാനാണ്, എങ്ങനെയാണ് ഈ അഗ്നികുണ്ഡത്തിൽ ഇബ്രാഹിമിനെ കൊണ്ടിടുക? എന്നിട്ട് തവണയിൽ ഇബ്രാഹിമിനെ നിർത്തി പുറകിൽ നിന്നുള്ള ഒരു സാധനം വലിച്ചപ്പോൾ തെറിച്ച് ഇബ്രാഹിം പോയി അവിടെ പോയി വീണു. അങ്ങനെയൊക്കെ ഉണ്ടായി. ഇബ്രാഹിം പോയി ആ തീക്കുണ്ടത്തിൽ വീണു. ശൈത്താൻ ഉപദേശിച്ചു കൊടുത്തു. ഇന്നും ശൈത്താന്മാരുണ്ടല്ലോ ഉപദേശിച്ചു കൊടുക്കാൻ. ശൈത്താന്മാർ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഇന്നും പല നമ്രൂദുമാരും കേൾക്കുന്നത്. ശൈത്താന്മാരുടെ ഉപദേശം കേട്ടിട്ടാണ് നമ്രൂദുമാരെന്ന് പോകുന്നത്. ആ ശൈത്താന്മാർ അവസാനം കാലുമാറും, നമ്രൂദുമാർ അവസാനം ഒറ്റപ്പെടും. അത് സംഭവിക്കാനെടുത്തിരിക്കും. ഞാനതൊന്നും രാഷ്ട്രീയമൊന്നും പറയില്ല, കാരണം വാങ്ങിന്റെ സംസ്ഥാനം പറയാൻ പറ്റില്ല. അതൊക്കെ ഞാൻ പറയും. ഇൻഷാ അല്ലാഹ് ഞാൻ കാളികാവിൽ ഇനിയൊന്ന് വരും, അന്ന് ഞാൻ രാഷ്ട്രീയം പറയും. ഇപ്പോൾ രാഷ്ട്രീയമൊന്നും പറയില്ല. പിന്നെ ചില സൂചനകൾ ബുദ്ധിയുള്ളവർക്ക് ചെറിയ വിരൽ ചൂണ്ടൽ മതിയാകും. അതുകൊണ്ട് പറയാൻ പറ്റും. അങ്ങനെ നമ്രൂദ്
എന്ത് ചെയ്തു? ഇബ്രാഹിം നബിയെ തട്ടി തവണ കൊണ്ട് തീയെടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ തീയുടെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വൃക്ഷങ്ങൾ കരിഞ്ഞു പോയെങ്കിൽ, ആ ചൂട് കൊണ്ട് അന്തരീക്ഷത്തിലൂടെ പറന്നുപോയ പക്ഷികൾ കരിഞ്ഞു നിലത്തുവീണെങ്കിൽ, അങ്ങനത്തെ തീയുടെ ചൂടിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചിട്ടിട്ട് ആ ഇബ്രാഹിം നബിക്ക് ഒരു രോമത്തിന് പോലും തകരാറ് പറ്റാതെ, ഒരു രോമം പോലും കരിഞ്ഞു പോകാതെ ആ തീക്കുണ്ടത്തിൽ ഇബ്രാഹിം നബിയെ രക്ഷിച്ച ശക്തി ഏതാണോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിവില്ല ഇബ്രാഹിം നബിയുടെ ശരീരത്തിലെ രോമത്തെ സ്പർശിക്കാൻ. തീക്ക് കഴിഞ്ഞില്ല. ആ തീ കിലോമീറ്ററുകൾ അപ്പുറമുള്ള വൃക്ഷങ്ങൾ കരിച്ചു. പക്ഷെ ആ തീ കുണ്ടത്തിനകത്ത് കിടന്ന ഇബ്രാഹിം നബി തീയെല്ലാം അണഞ്ഞിട്ട് ഇബ്രാഹിമിന്റെ എല്ലിന്റെ ചാരം പെറുക്കാൻ നമ്രൂദ് പോയിട്ട് ചാരം മാറ്റി നോക്കിയപ്പോൾ ഇബ്രാഹിം ഇങ്ങനെ ഇരിക്കുന്നു പുഞ്ചിരിച്ചുകൊണ്ട്. ആ തീയുടെ ശക്തി ഇല്ലാതാക്കിയതാണ്. വീണ്ടും അറിയില്ലേ, നൈൽ നദിയിലേക്ക് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം നൈൽ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ നൈൽ നദിയുടെ വെള്ളത്തെ രണ്ട് ഭാഗത്തേക്ക് മാറ്റിയ, നൈൽ നദിയുടെ വെള്ളത്തെ രണ്ട് വശത്തേക്ക് മാറ്റി മൂസാ നബിയെ അപ്പുറത്തേക്ക് വിട്ട് രക്ഷപ്പെടുത്തിയ തമ്പുരാൻ ആ വെള്ളത്തിലേക്ക് ഫിർഔൻ വന്നപ്പോൾ ആ വെള്ളം കൊണ്ട് മൂടി ആ വെള്ളത്തിലിട്ട് ഫിർഔനെ വെള്ളം കുടിപ്പിച്ച് കൊന്നുകളഞ്ഞ തമ്പുരാൻ. ആ തമ്പുരാനാണ് സത്യനെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂർച്ചയുള്ള വാളുകൊണ്ട് അറുക്കാൻ വന്നില്ലേ മക്കളെ? ഇസ്മാഈലിന്റെ നിർമ്മലമായ കഴുത്തില് മൂർച്ചയുള്ള വാള് വെച്ചിട്ട് പിടിച്ചു വലിച്ചിട്ട് ആ കഴുത്ത് മുറിയാഞ്ഞിട്ട് ദേഷ്യം വന്ന ഇബ്രാഹിം കയ്യിലുണ്ടായിരുന്ന വാള് അടുത്ത പാറക്കല്ലിലേക്ക് ആഞ്ഞുവെത്തിയപ്പോൾ ആ പാറക്കല്ല് പപ്പടം പോലെ പൊടിഞ്ഞു പോയെങ്കിൽ, ആ പപ്പടം പോലെ പാറക്കല്ലിനെ പൊടിക്കാൻ മൂർച്ചയുള്ള വാളിന് ഇസ്മാഈലിന്റെ നിർമ്മലമായ കഴുത്തിൽ വെച്ചപ്പോൾ ആ വാളിന്റെ മൂർച്ച ഇല്ലാതാക്കിയ തമ്പുരാനുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ തമ്പുരാനല്ലാതെ കരുത്തില്ല, അവനല്ലാതെ കരുത്തില്ല, അവനല്ലാതെ ശക്തിയില്ല. ഇത് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. എല്ലാ കഴിവും പടച്ചവനാണ്, എല്ലാ കരുത്തും പടച്ചവനാണ്, എല്ലാ ശക്തിയും പടച്ചവനാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് മുന്നേറാൻ ഒരു മുസ്ലിമിന് കഴിയണം. അള്ളാഹു സഹായിക്കും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹുവാണ് രക്ഷിക്കുക, അള്ളാഹുവാണ് വിജയിപ്പിക്കുക. ഇതാണ് മുസ്ലിം ചിന്തിക്കേണ്ടത്. അല്ലാതെ എന്നെ ആര് രക്ഷിക്കും, എന്നെ ആര് വിജയിപ്പിക്കും, എനിക്ക് ആര് സഹായത്തിനുണ്ടാവും, എന്നെ ആര് കൂട്ടും, ഇതൊന്നും ചിന്തിച്ചുകൊണ്ട് മുസ്ലിം മുന്നോട്ട് പോകുന്നത് ശരിയല്ല. മുസ്ലിമിന് അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അവന് അക്രമികളോട് സന്ധിയാകാൻ പറ്റില്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും, ഇതൊക്കെ കുറച്ച് കടന്നു പോകുന്നില്ലേ, ഇതിന്റെ പേരാണോ തീവ്രവാദം? എന്നാൽ ആ തീവ്രവാദം നമുക്ക് പഠിപ്പിച്ചതുകൊണ്ട് വിശുദ്ധ ഖുർആനാണ് മക്കളെ. ആ ഖുർആനാണ് നമ്മോട് പറയുന്നത്, അക്രമത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെടണം, അധർമ്മത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെടണം, അക്രമത്തിനെതിരെ സമരത്തിൽ ഏർപ്പെടണം. എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഒരു സംഭവം മാത്രം പരാമർശിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ പ്രവാചകനും അഭിവന്ദ്യനായ സഹാബത്തും കൂടെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള സഹാബാക്കൾ നേരത്തെ വീഴുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ പരുക്കിയെടുത്തുകൊണ്ട് തഹിയ്യാത്തിൽ ഇരുന്ന് പ്രവാചകന്റെ അടുക്കൽ നിന്ന് വിജ്ഞാനം നുകരുന്ന സഹാബത്തെ കിറാബിന്റെയും പ്രവാചകന്റെയും ശ്രദ്ധ തിരിപ്പിച്ചുകൊണ്ട് അപ്പുറത്ത് വന്ന് അബൂ ഉബൈദ വെല്ലുവിളിച്ചു, ജറാഹ് വെല്ലുവിളിച്ചു. എന്താ വിളിച്ചത്? മുഹമ്മദേ, നീ പറയാറുണ്ടല്ലോ, നിന്റെ മതത്തിനു വേണ്ടി ആരെങ്കിലും പോരാടിയാൽ ആ പോരാട്ടത്തിന്റെ പാതയിൽ അവർ മരണപ്പെട്ടാൽ അവർക്ക് സ്വർഗം കിട്ടുമെന്ന് നീ പറയാറുണ്ടല്ലോ. എന്നാൽ നിന്റെ മതത്തിൽ വിശ്വസിക്കുന്നവരോട് പോരാടി മറ്റാരെങ്കിലും നിന്റെ മതത്തിന്റെ ശത്രുക്കൾ മരണപ്പെട്ടാൽ അവർ നരകവാസികളാണെന്നും നീ പറയാറുണ്ടല്ലോ. എന്നാൽ മുഹമ്മദ്, നിന്റെ കൂട്ടത്തിൽ നിന്ന് നിന്റെ മതത്തിനു വേണ്ടി പോരാടി സ്വർഗം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആരുണ്ട്? കുറച്ചുപേരെ ഇങ്ങ് പറഞ്ഞു വിടുക.
ഞാൻ അവരെ യമപുരി കഴിച്ചാൽ ഞാൻ അവരെ സ്വർഗം വേഗം കൊടുപ്പിക്കാൻ അവരെ പെട്ടെന്ന് രക്തസാക്ഷികളാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മല്ലടിക്കാൻ കരുത്തുള്ളവരാരുണ്ട് മുഹമ്മദേ? കഴിവുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു വിടുക മുഹമ്മദേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെ വെല്ലുവിളിക്കുകയാണ്. ജറാഹ് വന്നു. ജറാഹിന്റെ പുത്രൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഇരിക്കുന്നു. അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് മെല്ലെ നീങ്ങി പ്രവാചക പ്രഭുവിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയാണ് വെല്ലുവിളിക്കുന്നത്, എന്റെ വാപ്പയാണ് അങ്ങയെയും ഇസ്ലാമിക സമൂഹത്തെയും ആക്ഷേപിച്ചുകൊണ്ട് വന്ന് വെല്ലുവിളി നടത്തുന്നത്. ഞാൻ എന്റെ വാപ്പയോടൊപ്പം പോകട്ടെയോ? ഞാൻ എന്റെ വാപ്പയോട് മല്ലടിക്കട്ടെയോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വേണ്ട അബൂ ഉബൈദ, അത് നിന്റെ ഉപ്പയാണ്, നീ അയാളുമായി പോരാടുകയോ? പോകട്ടെ, അയാൾ പറഞ്ഞിട്ട് പോകട്ടെ, നീ അവിടെ ഇരിക്കുക. വീണ്ടും ജറാഹ് ചോദിച്ചു, മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ ആണത്തമുള്ള ഒറ്റ ഒരുത്തരുമില്ലേ? ഞാൻ വെല്ലുവിളിച്ചിട്ട് എന്നോട് മല്ലടിക്കാൻ, എന്നോട് പോരടിക്കാൻ സങ്കൂറ്റമുള്ള ഒരുത്തരും നിന്റെ കൂട്ടത്തിലില്ലേ? മഹാനായ അബൂ ഉബൈദയ്ക്ക് ദേഷ്യം വന്നു. അദ്ദേഹം വീണ്ടും എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അബൂബക്കർ, ഞാൻ പോകട്ടെയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ വാപ്പയാണ്, നീ അവിടെ ഇരിക്കുക. ജറാഹ് മൂന്നാമതും വെല്ലുവിളിച്ചു. അതൊരു വെറും വെല്ലുവിളിയായിരുന്നില്ല. മുഹമ്മദേ, മാനമില്ലാത്ത പ്രവാചകനെ, നീയാണല്ലോ പറയുന്നത് നീ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് നീയെങ്കിൽ, നിനക്ക് കുടുംബമാഹാത്മ്യമുണ്ടെങ്കിൽ, നീ ആണത്തമുള്ളവനാണെങ്കിൽ നിന്റെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു വിടൂ ചങ്കൂറ്റമുള്ളവര്. ഈ ജറാഹിനോട് പോരടിക്കാൻ കരുത്തുള്ളവരാരാണുള്ളത്? ഇങ്ങോട്ട് പറഞ്ഞു വിടുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖിനെ മാനംഗത്ത പ്രവാചകനെ എന്ന് വിളിക്കുന്നത് കേട്ട് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചാടിയെണീറ്റു. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുവാദത്തിനു വേണ്ടി കാത്തിരുന്നില്ല. വാളുറയിൽ നിന്ന് ഊരിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ രണാങ്കണത്തിലേക്ക് ചാടി വീഴുകയാണ്. ജറാഹ് ഒരു നിമിഷം പകച്ചു നിന്നുപോയി. ആരാണ് ഈ വരുന്നത്? തന്റെ പ്രിയപ്പെട്ട മകനാണോ വാളും പിടിച്ചുകൊണ്ട് വരുന്നത്? ആരെയാണോ താൻ വാള് പിടിക്കാൻ പഠിപ്പിച്ചത്? ആരെയാണോ താൻ പഞ്ച പിടിക്കാൻ പഠിപ്പിച്ചത്? ആരെയാണോ താൻ ജനാങ്കണത്തിൽ ചുവടുവയ്ക്കാൻ പഠിപ്പിച്ചത്? ആരുടെ ചുടുചുംബനമാണോ, ആരുടെ ചുണ്ടുകളിലാണോ താൻ ചുടുചുംബനം കൊടുത്തത്? ആരുടെ വായലാണോ താൻ ഭക്ഷണം ഉരുട്ടി വെച്ചു കൊടുത്തത്? ആരെയാണോ താൻ താലോലിച്ചു വളർത്തിയത്? ആ തന്റെ പ്രിയപ്പെട്ട മകൻ തന്നോട് മല്ലടിക്കാൻ വന്നിരിക്കുന്നുവോ? ഒരു നിമിഷം ജറാഹ് പകച്ചുപോയെങ്കിലും തന്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് താൻ വളർത്തിക്കൊണ്ടുവന്ന പുത്രൻ തന്നെ മറന്നുകൊണ്ട്, തന്നെ വിസ്മരിച്ചുകൊണ്ട്, തന്നെ വിട്ടുകൊണ്ട് മുഹമ്മദിന്റെ കെണിയിലകപ്പെട്ടുപോയ മകനെ, പല പ്രാവശ്യവും അവനെ തിരിച്ചു വിളിച്ചിട്ടും വരാത്ത മകനെ അവനോട് പരിഹാരം ചെയ്യാൻ കിട്ടിയ ആദ്യത്തെ അവസരമാണിത്. ജറാഹിന്റെ മുഖം ചുവന്നു, ജറാഹിന്റെ കാല് മുന്നോട്ടാഞ്ഞു, ജറാഹിന്റെ വാറ് അന്തരീക്ഷത്തിലൂടെ പറന്നു. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും ജറാഹും തമ്മില് ഘോരമായ സംഘട്ടനം നടക്കുകയാണ്. ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ വളരെ കുറച്ചു മാത്രം നടന്നിട്ടുള്ള പിതാവും മകനും തമ്മിലുള്ള സംഘട്ടനം നടക്കുകയാണ്. വാളുകളും പരിചകളും കൂട്ടിമുട്ടി അന്തരീക്ഷത്തിലൂടെ തീ പാറാൻ തുടങ്ങി, പൊടിപടലങ്ങൾ പാറാൻ തുടങ്ങി. എല്ലാവരും വിസ്മയത്തോടെ നോക്കി നിൽക്കുമ്പോൾ വാപ്പായും മകനും തമ്മിലുള്ള പോരാട്ടം. രണ്ടുപേരും പഠിച്ച പയറ്റാണ്, രണ്ടുപേരും ഒരു സ്ഥലത്തുനിന്ന് പഠിച്ച പയറ്റാണ്, രണ്ടുപേരും പയറ്റുന്ന പയറ്റ് ഒന്നാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ, അത്ഭുതത്തോടെ എല്ലാവരും കണ്ണു തുറന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അന്തരീക്ഷത്തിലൂടെ ഒരു തല ഫുട്ബോൾ പോലെ തെറിച്ചുപോയി ദൂരെ വീഴുന്നു. സഹാബാക്കൾ എല്ലാവരും കണ്ണു തള്ളിപ്പോയി. ഒരു നിമിഷം എന്താ സഹോദരന്മാരായാലും അവരുടെ ഭാര്യമാരായാലും അവരുടെ കുടുംബക്കാരായാലും ആരായാലും അല്ലാഹുവിനോടും പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിക്കുന്നവരോട് സന്ധിയാകാൻ ഒരു സത്യവിശ്വാസിയെ കൊണ്ട് കഴിയുകയില്ല നബിയേ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. അലാതജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹബ്ബല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഹും വ അബ്നാഹും വ ഇഖ്വാനഹും വ അസ്വാജഹും വ അശീറതഹും എന്ന്
പറഞ്ഞിട്ട് പറയുന്നു, പിതാക്കളായാലും ബന്ധുക്കളായാലും ആരായാലും ദീനിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നവരോട് സന്ധിയാകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നു. അവരാരാണെന്നറിയുമോ? ഉലായിക കതബ ഫീ